അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ന്യായവിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ആ ദിവസം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. തിരുവെഴുത്ത് പറയുന്നു, മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്നു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകമെന്ന പുസ്തകവും തുറന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ നാം ജീവിച്ചിരിക്കുന്ന നാളിൽ നാം ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കും. മരണത്തിന് ശേഷം നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ആ പ്രാർത്ഥനയ്ക്ക് തിരുവചനത്തിൽ ഒരു വ്യവസ്ഥയുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം വിട്ട് ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. ന്യായവിധിയുടെ ദിവസം ഉണ്ടാകും. അന്ന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പകൽ നിങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ നീതിയുള്ള ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്. മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും കാര്യമില്ല. അതിനൊരു തെളിവുണ്ട്. യേശു പറഞ്ഞു, 2 മനുഷ്യരുണ്ടായിരുന്നു. ഒരാൾ ധനവാൻ, മറ്റൊരാൾ ധനവാന്റെ പടിപ്പുരയ്ക്കിൽ കിടന്ന ലാസർ. ധനവാൻ സമ്പന്നനായിരുന്നു, ലാസർ ദരിദ്രനായിരുന്നു. ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് ലാസർ കടന്നുപോയത്. 2 പേരും മരിച്ചു. തിരുവെഴുത്ത് പറയുന്നു, ലാസർ മരിച്ചപ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ വന്നു ലാസറിനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു. അവൻ യാതന സ്ഥലത്തേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യാതന സ്ഥലത്തേക്കാണ് പോയത്. ഇനി ആ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല. യാതന സ്ഥലത്ത് കിടക്കുന്നവൻ പോലും പ്രാർത്ഥിച്ചു ദൈവത്തോട്. ഒരിറ്റു വെള്ളം പോലും കിട്ടിയില്ല. ജീവനോടിരിക്കുമ്പോൾ നാം ചെയ്ത പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് നിഷ്ഫലമാണ്. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല. ജീവനോടിരിക്കുമ്പോൾ ഇപ്പോൾ ദൈവം കരുണ നിറഞ്ഞവനായി നമുക്ക് വേണ്ടി വെളിപ്പെടും. ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കും. അടുത്തു വന്നാൽ ദൈവം അടുത്തു വരും. അതെ, ഇപ്പോൾ നമുക്ക് അവസരമുണ്ട്. എന്നാൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത നാഴിക വരുന്നുണ്ട്. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.